വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ അവകാശം ഞാൻ തന്നെയാ. നോക്കിക്കോ, ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ അമ്മനോട് പറഞ്ഞു കൊടുക്കുന്ന ഇടപെടിക്കില്ലേ? ഞാൻ പേടിച്ച് വിറച്ചു പോയി പറഞ്ഞു കൊടുക്കടി. ഞാൻ ഇതെന്നല്ല, നിന്റെ അമ്മേന്റെ അലമാരയില്ലേ എല്ലാ സാരി ഇനി ഞാനാ എടുക്കാൻ പോകുന്നത്. ഞാനൊന്ന് മോഡേൺ ആയിട്ട് നടക്കാൻ തീരുമാനിച്ചു. അത് തന്നെ. പിന്നെ അതല്ല, നിങ്ങളുടെ അമ്മ ഇത് ഇടുന്നതിനേക്കാൾ എന്ത് ഭംഗിയുണ്ട് എന്റെ അമ്മമ്മ ഇത് ഇട്ടിട്ട്. കണ്ടില്ലേ അമ്മമ്മ സ്ലിം ബ്യൂട്ടാ. നിങ്ങളെ അമ്മേനെ പോലെ ചക്കപ്പഴം പോലെ അല്ല നിൽക്കുന്നത്. എടി എന്റെ അമ്മേനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അടിച്ചെന്റെ മോതിരം ഷേപ്പ് ചെയ്യാൻ മാറ്റും. ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാതെ അങ്ങോട്ട് മാറിയിരിക്കും. ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ളതാ. അമ്മേ അമ്മേ ഒന്ന് ഓടി വന്നേ. എന്താ മോളെ? അമ്മ ഒന്ന് പെട്ടെന്ന് വന്നേ, കാര്യമുണ്ട്. ഓ ഈ പിള്ളേരെ കൊണ്ട്. എന്താ മക്കളെ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ? അമ്മയ്ക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. ആ അമ്മ അടുക്കളയിൽ പണിയെടുത്ത് നടന്നോ. നോക്കി അമ്മേന്റെ സാരി ഇട്ടിട്ട് അച്ഛമ്മ വിലസി നിൽക്കുന്നേ. ഇതെന്താ അമ്മ എന്താ ഈ വേസ്റ്റില്? എങ്ങനെയുണ്ട് മാമി? എന്റെ അമ്മമ്മ സുന്ദരിയായിട്ടില്ലേ? ഓ ഇനി മാമിന്റെ എല്ലാ സാരിയെ എന്റെ അമ്മമ്മയ്ക്കുള്ളതാ. അയ്യോ ഇതെന്റെ പുതിയ സാരിയാണല്ലോ. ഓ ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി വെച്ചിരുന്നതാ. പിന്നെ ഈ സാരി ഒന്നും നിനക്കിട്ടാലേ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സാരിക്ക് ഇനി മുതൽ എന്റേതാ. അങ്ങനെ അമ്മേന്റെ സാരി അടിച്ചു മാറ്റാതെ അച്ഛമ്മ വിചാരിക്കണ്ട. അമ്മ കണ്ടില്ല അമ്മ എന്റെ പുതിയ ഡ്രസ് ഈ മിലിമോൾ എടുത്തിട്ടിരിക്കുന്നത്. മിലിമോളെ നീ എന്തിനാ പ്രിയന്റെ ഡ്രസ് എടുത്തിട്ടേ? എന്താ മാമി ഇത്? ഇവിടെ ഡ്രസ് ആർക്ക് വേണേ ഇട്ടൂടെ? ഇതൊക്കെ മാമന്റെ പൈസക്ക് വാങ്ങുന്നതല്ലേ. എന്നേരത്തെ മറ്റുള്ളവരുടെ ഡ്രസ്സേ ചോദിച്ച അനുവാദം വാങ്ങിച്ചിട്ട് വേണം ഇടാടെ തന്നെ ഇടാൻ. അല്ലാതെ ഇങ്ങനെ കട്ടെടുക്കുന്ന പോലെ എടുത്തിട്ടല്ല വേണ്ടത്. ആരടി കട്ടെടുത്തത്? ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്റെ മോൻ ഗോപാലൻ പൈസ എടുത്ത് വാങ്ങിയതാ. അതിലൊക്കെ എനിക്ക് മിലിമോൾക്കുള്ള അവകാശം കഴിഞ്ഞിട്ടേ നിങ്ങൾക്കുള്ളൂ. ഓ കട്ടെടുത്താണ് പോലും. പ്രിയന്റെയും ബാബന്റെ ഏത് ഡ്രസ് വേണേലേ മിലിമോൾക്ക് എപ്പോ വേണേലും എടുത്തിടാം. അങ്ങനെ അങ്ങ് പറഞ്ഞെടുക്കാം മാമേ. എന്താ ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ? അമ്മ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നമ്മൾ എല്ലാ ഡ്രസ്സും ഇവർക്ക് എടുത്തിടാന്നാ തോന്നുന്നു പോലെ. ഓ ഐശ്വര്യറായി എന്ന വിചാരം രണ്ടിന്റെ. മിലിമോളെ നീ നടക്കി. ഇവരോടൊന്നും സംസാരിച്ചേ സമയം കളയേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് പെട്ടെന്ന് പോവാം. ഷോപ്പിംഗ് ഒത്തിരി ഉള്ളതാ. ശരിയാ മാമേ. അമ്മമ്മ നടക്കി. എന്റെ ചേച്ചിയെ മിലിമോക്കും അച്ഛമ്മയ്ക്ക് എന്തൊരു അഹങ്കാരം. അമ്മേന്റെ നമ്മുടെ ഒക്കെ ഡ്രസ്സ് ചോദിക്കാൻ പറയും പോലും ചെയ്യാതെ എടുത്തിട്ടിട്ടേ എന്തൊക്കെയാ ഇപ്പൊ വിളിച്ച് പറഞ്ഞേ. നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മേന്റെ കണ്ടില്ല ഒന്നും മിണ്ടാതെ നിന്നത്. അമ്മേന്റെ പുതിയ സാരിയാ മാമന്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് അമ്മ വാങ്ങിച്ചു വെച്ചതായി. അമ്മ പാവം, അമ്മയ്ക്ക് സങ്കടമായി. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. ഓ അച്ഛനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അച്ഛൻ പറയും ഡ്രസ്സ് അല്ലേ ആർക്ക് വേണേ ഇട്ടാൽ എന്താന്ന്. അത് ശരിയാ അപ്പുകുട്ടാ. അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിലേ നമ്മുടെ എല്ലാ ഡ്രസ്സും അവർ ചീത്തയാക്കും. അവരിങ്ങോട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് തിരിച്ചു ചെയ്താലോ ചേച്ചി? എങ്ങനെ? നമ്മുടെ ഡ്രസ്സൊക്കെ അവർ ചോദിക്കാതെ എടുത്തിട്ടല്ലേ. അപ്പം പിന്നെ അവരുടെ ഡ്രസ്സ് നമുക്ക് അതുപോലെ എടുത്തിട്ടൂടെ? ആ മിലിമോക്കെ പുതിയ 2 ഡ്രസ്സ് ഉണ്ടല്ലോ അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് വാങ്ങിയേ. ചേച്ചി പോയേ അത് എടുത്തിട്ടോ. അത് സൂപ്പർ ഐഡിയ ആണല്ലോ പാറു. അവരോട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുമ്പോഴേ നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ അച്ഛമ്മയും അവളും കൂടി ഷോപ്പിംഗ് കഴിഞ്ഞും വരട്ടെ. അപ്പോഴേക്ക് അവളുടെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടേ നമുക്ക് ഇവിടെ സ്റ്റൈലാക്കി നിൽക്കാം. അത് കണ്ടു കഴിഞ്ഞാലേ പിന്നെ അവള് ജന്മത്തെ നമ്മളെ ഡ്രസ്സ് എടുത്ത് ഇടൂല പാറു. അത് ശരിയാ. പക്ഷെ അച്ഛമ്മ ഇപ്പൊ എന്തിനാ മോഡേൺ വേഷം വെട്ടി പുറത്തേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. ഓ എല്ലാം മിലിമോള് പറഞ്ഞ് പിരികേറ്റിയതായിരിക്കും. അമ്മേന്റെ എല്ലാ സാരിയും അച്ഛമ്മേനാന്ന് പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് വഴി ഉണ്ടാക്കാം പാറു. സുലു ഒരു ചായ. നിങ്ങളല്ലേ മനുഷ്യപ്പോ ഒരു ചായ കുടിച്ചത്? അതുകൊണ്ടെന്താ ഒരു ചായ ഉണ്ടാക്കി കൂടക്ക്? ഓ മനുഷ്യന് വേണ്ട ഒരു ഒഴിവില്ല. അതിന്റെ ഇടയിൽ 50 തൊട്ടേ ചായാന്ന് പറഞ്ഞ് വിളിക്കും. ഒരു ചായ ചോദിച്ചാലാണ് ഇവിടെ ഇങ്ങനെ വർത്താനം പറയുന്നത്. എനിക്ക് പറ്റില്ല കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഓ നിങ്ങൾ ഉണ്ടാക്കിയത് കുടിച്ചാ തന്നെ ഇപ്പൊ കൊണ്ടുവരാം. വളരെ ഒരു കാര്യം. അനേ ഗോപാലാ. അച്ഛനോ? അച്ഛൻ എന്താ വിളിച്ചു പറയാനേ? ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്ത് വരൂലേനോ? ഓ അതിനിപ്പോ എന്താടാ, എനിക്ക് ഓട്ടോറിക്ഷ കിട്ടി. അച്ഛൻ ഇരിക്കേ. സുലു നാരെ വന്നാ നോക്കേ. എടാ നിന്റെ അമ്മ എവിടെടാ? അവള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടേ ഒരു ഫോൺ പോലും ചെയ്തില്ല എത്ര നാളായിട്ട്. ഞാനവിടെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് പോലും ഒക്കെ അറിയണ്ട. ഞാൻ ചോദിക്കുമ്പോ അച്ഛനെ വിളിക്കാറുണ്ടെന്നാണല്ലോ പറഞ്ഞത്. വിളിക്കാണ്. ഓള് ഇതുവരെ വിളിച്ചില്ലായിരുന്നു ഇങ്ങോട്ട് പോന്നേരെ. എന്നിട്ടാണ് ഞാൻ അന്വേഷിച്ച് വന്നത്. അച്ഛനല്ലെങ്കിൽ എന്തിനാ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നേ? അച്ഛൻ ഇവിടെ നിന്നാ പോരെ ഞങ്ങളുടെ കൂടെ. ഇനിയിപ്പോ എന്തായാലും ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നേ. ഒളിഞ്ഞു ഇവിടെയാണ് നിൽക്കുന്നെങ്കിലേ ഞാനും ഇവിടെ നിൽക്കട്ടെ. ഞാൻ മാത്രം എന്തിനാ നാട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നേ? അച്ഛനോ? അച്ഛൻ അങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളു മോളെ. ഞാൻ അച്ഛൻ ചായ കുടിക്കി. ഞാൻ വന്നത് കാണാതെ എങ്ങനെ ചായ ഉണ്ടാക്കി സുലോ? ഇത് ഗോപാലേട്ടൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാ. എന്തായാലും അച്ഛൻ ഇത് കുടിക്കി. ഏട്ടന് ഞാൻ വേറെ കൊടുത്തോളാം. അച്ഛൻ കുടിക്കാച്ചാ. ഞാൻ 2 വട്ടം കുടിച്ചതാ. അല്ല സുലു അമ്മയുടെ? അമ്മയും മിലിമോളും കൂടി ഷോപ്പിങ്ങിന് പോയതാ. ഷോപ്പിങ്ങിനോ? അതെ അച്ഛൻ എന്തോ സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു പോയതാ 2 പേരും കൂടെ. ഇപ്പൊ വരുമായിരിക്കും. കുറെ നേരമായി പോയിട്ട്. എന്നിട്ട് അവർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സുലു? ഞാൻ തന്നെ ഒരുങ്ങി ഇറങ്ങാൻ നേരത്ത് കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഓള് ഇവിടെ വന്ന് ഷോപ്പിംഗ് നടത്തി ജീവിക്കാണല്ലേ. ഞാൻ നാട്ടിൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിക്കേനി. എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. ഫോൺ വിളിച്ചു പോലെ ഒന്ന് നോക്കല്ലോ ഓള്. അച്ഛൻ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണോ? എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ? അച്ഛനും ഇനി നമ്മളിവിടെ നിക്കാന്നാ പറഞ്ഞേ. അതെന്തായാലും നന്നായി അച്ഛാ. അച്ഛൻ ഒറ്റയ്ക്ക് എന്തിനാ അവിടെ നിക്കുന്നേ? അല്ല മക്കളൊക്കെ എവിടെ? ഇവിടെ ഉണ്ട്. ഇന്ന് സ്കൂളില്ലല്ലോ. ഞാൻ വിളിക്കുക. അച്ഛൻ വന്നത് അവര് അറിഞ്ഞിണ്ടാവില്ല. മക്കളെ പാറു, പ്രിയേ, അപ്പുകുട്ടാ, ആരാ വന്നേ നോക്ക്. സ്കൂളില്ലാത്തോണ്ട് ഭയങ്കര കളിയിലാ 3 പേരും കൂടെ. ആരമ്മ? അച്ഛച്ചനോ? അച്ഛൻ ഇപ്പൊ വന്നേ. അച്ഛൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എവിടെ?
ചേച്ചി അപ്പുക്കുട്ടനൊക്കെ എവിടെ? ഒരു കുളിക്കാ അച്ഛച്ചാ, ഇപ്പൊ വരൂ. അച്ഛച്ചന്റെ മുടിയൊക്കെ പോയല്ലോ, ഇപ്പൊ നല്ല രസമുണ്ട് പൊട്ടത്തല കാണാന്. വയസ്സാവുമ്പേ നിന്റെ അച്ഛന്റെ തലയും ഇതുപോലെ ആവും, അച്ഛച്ചന്റെ തല പോലെ പൊട്ടത്തല. അച്ഛാ എന്താടാ നിന്റെ മുടി കൊഴിയൂലെന്നാ നീ വിചാരിക്കുന്നേ? നമ്മുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് കിട്ടിയത് ഈ കഷ്ടിത്തല, എല്ലാവർക്കും ഉണ്ട്, നിനക്കും കിട്ടും അത്. അച്ഛങ്ങനെ പൊട്ടയെ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ അച്ഛച്ചാ? പെണ്ണിന്റെ ഒരു വായ. അല്ല എന്താ നിന്റെ അച്ഛമ്മേന്റെ വർത്താനോ? ഇപ്പോഴും തല്ലൊക്കെ കിട്ടലുണ്ട് അച്ഛമ്മേനോട്? അച്ഛനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മക്കള് ചോദിക്കുക, അതിനല്ല അച്ഛൻ വന്നേ. അച്ഛൻ നീ നിങ്ങളെ കൂടെ തന്നെ നിക്കുക. എന്താ അച്ഛന്റെ കുട്ടിക്ക് ചോദിക്കാനുള്ളത്? അച്ഛന് വേറെ നല്ല സ്വഭാവമുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചാ പോരേനിയോ? എന്തിനാ ഈ അച്ഛമ്മേനെ കല്യാണം കഴിച്ചത്? ആരോ എന്തൊക്കെയാ അച്ഛനോട് ചോദിക്കുന്നേ? ആള് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. അപ്പൊ അച്ഛമ്മേന്റെ സ്വഭാവത്തിന് മാറ്റൊന്നും ഇല്ല അല്ലേ? മാറ്റൊന്നും ഇല്ലാന്ന് മാത്രല്ല, പണ്ടത്തേനൊക്കെ കഷ്ടാണ്. അച്ഛമ്മയ്ക്ക് മിലിമോളെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നെ ചേച്ചിനെ അപ്പുക്കുട്ടനെ കണ്ണ് കണ്ടൂടാ അച്ഛച്ചാ. അതെന്താ അങ്ങനെ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ അച്ഛച്ച ഇവിടെ ഉണ്ടല്ലോ. അച്ഛനെ കൊറേ ശരിയാക്കേണ്ടി വരും. അച്ഛമ്മ പുറത്തു പോയിട്ട് വരുന്നത് കാണുമ്പല്ലേ അച്ഛച്ചന്റെ കണ്ണടിച്ചു പോവും. കണ്ണടിച്ചു പോവും. അതെന്താ? അത് അച്ഛമ്മ വരുമ്പേ അച്ഛനൊന്ന് നോക്കി നോക്ക്. എന്താ സുലു, എന്താ വിളി പറയുന്നത്? അവള് ചുമ്മാ ഓരോന്ന് പറയാ. എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താടാ ഗോപാല, നിന്റെ അമ്മയ്ക്ക് പഴയ സ്വഭാവം തന്നെയാണ് എപ്പോഴും? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, പിള്ളേരായിട്ട് അത്രയും സെറ്റ് ആവൂല അമ്മ. പിന്നെ അമ്മയ്ക്ക് പിള്ളേരെ ഇഷ്ടമല്ല, പിള്ളേർക്ക് അമ്മേനെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഓളുടെ സ്വഭാവത്തിന് ഏത് പിള്ളേർക്ക് അവളെ ഇഷ്ടാവുക? മിലിമോളെ മാത്രമേ അച്ഛമ്മ തലേ കയറ്റിയാ കൊണ്ടെടുക്കുന്നേ. എന്റെ അമ്മേനെ എപ്പോഴും ചീത്ത പറയാ അച്ഛച്ചാ. എന്നാ അച്ഛമ്മ കൊണ്ട് വരട്ടെ, നമുക്ക് ശരിയാക്കാന്നേ. ഇപ്പൊ അച്ഛച്ചുണ്ടല്ലോ അവിടെ. അച്ഛച്ചുണ്ടായിട്ട് എന്താ? അച്ഛനും അച്ഛമ്മേനെ പേടിയായിരിക്കും. ആദ്യം തന്നെ അച്ഛമ്മ കൊണ്ട് വരട്ടെ, എന്നിട്ട് അച്ഛൻ ചോദിക്കാം എന്തിനാണ് അച്ഛന്റെ കുട്ടിയെ വികൃതി കാട്ടുന്നത് എന്നിട്ടാ. ചോദിച്ചാ മതി. അതോ അച്ഛമ്മേനെ കാണുമ്പോ അച്ഛൻ പേടിക്കോ? അച്ഛമ്മ പഴയ അച്ഛമ്മയൊന്നല്ല, മോഡേൺ അച്ഛമ്മയാ. മോഡേൺ അച്ഛമ്മയോ? അതെന്താ മക്കളെ സാധനോ? അങ്ങനെ ഒരു സാമാനം ഉണ്ട്. അച്ഛനെ ഇപ്പൊ മനസ്സിലാവും. അച്ഛമ്മ പുറത്ത് ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പല്ലേ മോഡേൺ അച്ഛമ്മ എന്താന്നേ അപ്പൊ മനസ്സിലാവും. മക്കള് കുളിച്ചെത്തിയോ? അമ്മ പറഞ്ഞല്ലോ അച്ഛച്ച ഇനി എന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നെന്ന്. അതല്ലോ, അടിപൊളി. നിങ്ങളുടെ അച്ഛമ്മ എന്തായാലും അങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അച്ഛൻ എത്ര കാലം വെച്ചാ മക്കളെ അവിടെ ഒറ്റയ്ക്ക് നിക്കുക? അച്ഛമ്മനെ അങ്ങോട്ടൊന്നും തിരിച്ചു വരുന്നേ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. അച്ഛമ്മ ഇപ്പൊ പഴയ അച്ഛമ്മയൊന്നല്ല, മോഡേൺ അച്ഛമ്മയാ. കൊറേ നേരമല്ലോ പാറുട്ടി പറഞ്ഞ് മോഡേൺ അച്ഛമ്മാന്ന്. അതെന്താ മക്കളെ സാമാനോ? അതിപ്പൊ